INTUC ഒരു തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ ഇനി അധികകാലം അത് വിലപ്പോവാത്ത അവസ്ഥയാണുള്ളത്. അത് നിങ്ങൾ ഉൾപ്പെട്ട INTUC ഉൾപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെട്ട ആ ചേരിക്ക് മാത്രമല്ല, ഭരണകക്ഷിയായ BJPയുടെ BMSന് പോലും ആവലാതിയുണ്ട്. അവർ 17-ന് ദേശവ്യാപക സമരവുമായി രംഗത്ത് വരികയാണ്. ആവശ്യങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, രണ്ട് ചേരികളാണല്ലോ, എങ്കിൽ പോലും അവരും അസംതൃപ്തരാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളും അസംതൃപ്തരാകുന്ന, അവർ ഞങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാലത്ത് വന്നു നിൽക്കുകയാണ്. ഈ സമരത്തെ അതിൻ്റെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ കാണുന്നു? നോക്കൂ, തീർച്ചയായിട്ടും നോക്കൂ ശ്രീ NBC, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ തുടക്കം മുതൽ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കക്ഷിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. കേരളത്തിലെ പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് CPM എന്ന സംഘടന, കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന, അവരോടൊപ്പം ഈ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന UDF ഭരിക്കുന്ന ഘട്ടത്തിൽ അവരോടൊപ്പം സമരത്തിന് ചേർന്നില്ല എന്നുള്ള ആവലാതി പറയുന്നതിൽ കഥയില്ല. അവരോടൊപ്പമല്ല സാർ, കാരണം INTUC ചേർന്ന് ആഹ്വാനം ചെയ്ത ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്തതാണ്, അവരോടൊപ്പം ചേരുന്നതല്ല. ദേശീയ തലത്തിൽ സ്വന്തം സംഘടന ആഹ്വാനം ചെയ്ത സമരരൂപത്തിൽ നിന്ന് INTUC വിട്ടുനിന്നതാണ് ചർച്ച ചെയ്തത്. INTUC വിട്ടുനിന്നതാണ്. ദേശീയ നേതൃത്വത്തോട് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ട സ്ഥിതിയിൽ INTUC എത്തിയത്. അതിലേക്ക് പോകല്ലേ. ഇപ്പോൾ ഇതിൻ്റെ അവകാശങ്ങളാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ നേതാവ് അശോക് സിംഗ് ഇന്ന് ജന്തർ മന്ദിറിൽ വന്ന് അവിടെ സമരം ചെയ്യുന്ന ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? അതെന്ത് ഐക്യദാർഢ്യമാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അങ്ങക്ക് എന്ത് പറയാനുണ്ട്? അതാണ് അറിയേണ്ടത് ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത് ശ്രീ NBC. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യ മഹാരാജ്യത്തിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മുന്നണി പോരാളിയായി BJPയുടെ കേന്ദ്ര നയങ്ങൾക്കെതിരെ, സാമ്പത്തിക നയങ്ങൾക്കെതിരെ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായി പോരടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവിടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന CPM അവരോടൊപ്പം ഇവിടെ കേരളത്തിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമ്മളൊരു കുറ്റാരോപണമായി കൊണ്ടുവരരുത്. പ്രാദേശികമായി ചില നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ സർക്കാരിന്റെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം ഇവിടെ കേരളത്തിൽ LDF സർക്കാർ ഭരിക്കുമ്പോൾ സർവീസ് സംഘടനകൾ എത്രയോ പ്രാവശ്യം ഇടതുപക്ഷ സർവീസ് സംഘടനകളെ യോജിച്ച പ്രക്ഷോഭത്തിന് ക്ഷണിച്ചിരുന്നു. അവരാരും അതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിശക്തമായിട്ട് ഈ BJPയുടെ നയങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർലമെൻറ്റിലും പുറത്തും വിമർശനം ഉന്നയിക്കുകയും ഇന്ത്യയിലെ വിവിധ തൊഴിലാളി പാർട്ടികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് BJPക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുന്ന കോൺഗ്രസ് മൃദു സമീപനമാണ് അവരോടൊക്കെ സ്വീകരിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ, നമ്മുടെ പ്രേക്ഷകർ തന്നെ അതിശയിച്ചു പോകും. ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ BJP സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ബീഹാറിലെ ബന്ദിപ്പൂരിലും അതുപോലെ മധ്യപ്രദേശിലെ ദതിയയിലും ഒക്കെ BJP വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അസംതൃപ്തരാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗം 60% വരുന്ന തൊഴിലാളി വർഗം അസംതൃപ്തരാണ്. നോക്കൂ, ഒരു കാര്യം നേരത്തെ ശ്രീ ബഹുമാനായ മിഥുൻ വിജയകുമാർ സൂചിപ്പിക്കുകയുണ്ടായി, എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് ഇതൊക്കെ ചെയ്തുകൂടാ എന്ന്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വെറും 32 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. 80% ആളുകൾ പട്ടിണിക്കാരായിരുന്നു. അവരെ 60 വർഷക്കാലത്തെ ഭരണം കൊണ്ട് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി നല്ലൊരു ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ രാജ്യമായി, ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ കൊണ്ടുവന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് 2014 മോദി സർക്കാർ അധികാരമേറ്റു വരുന്നത്. അവർ നോക്കൂ ഡോളറുമായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഈ 12 വർഷം കൊണ്ട് വന്നിട്ടുള്ള വ്യത്യാസം തന്നെ നോക്കിയാൽ അറിയാം മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളിലെ പാളിച്ച. ഇപ്പോൾ അതിന് ഒരു കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ 29 ലേബർ തൊഴിലാളി നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളായി കൊണ്ടുവന്നുകൊണ്ട് 8 മണിക്കൂർ തൊഴിലവകാശം നിഷേധിക്കുന്നു, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്നു. കോർപ്പറേറ്റുവൽക്കരണത്തിന്, അതായത് കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി
നമ്മുടെ MG നരേഗ എന്നുള്ള പദ്ധതിയെ പൊളിച്ചെഴുതിയില്ലേ? ഇത് സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തൊഴിൽ പദ്ധതിക്കെതിരെ, ഈ പൊളിച്ചെഴുത്തിനെതിരെ അതിശക്തമായിട്ട് ദേശീയ തലത്തിൽ സമരം നടത്തുന്ന ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ, അത് ഇടതുപക്ഷ സർക്കാരുകൾ ചിലപ്പോൾ പലപ്പോഴും അടവ് നയങ്ങൾ സ്വീകരിക്കാറില്ലേ? അപ്പോൾ രാഷ്ട്രീയമായി പ്രാദേശികമായി നയങ്ങളുടെ ഭാഗമായി ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു സമരത്തിന് പോകുന്നില്ല എന്ന് ന്യായമായ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് വലിയ ഒരു കുറ്റമായി അവർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള കാര്യം മല്ല. ആ ദേശീയ തലത്തിൽ അതിശക്തമായി മോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുന്ന ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. മാത്രമല്ല റെജി അങ്കിലേക്ക് തിരിച്ചു വരാം. ആരാണ് സംസാരിക്കുന്നത്? അല്ല, റെജി ഭരണത്തിലുള്ളപ്പോൾ മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കഷ്ടിച്ച് ഒരു വർഷമായിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ്. LDF ഭരിക്കുമ്പോഴും ഞങ്ങൾ സമരത്തിലേക്ക് വിളിക്കുമ്പോൾ ദേശീയ സമരത്തിൽ INTUC ഉള്ളപ്പോൾ നിങ്ങൾ മാറി എന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഭരണത്തിൻ്റെ കേസ് മാത്രമല്ല, തികച്ചും കക്ഷി രാഷ്ട്രീയമാണ്. INTUC ഒരു തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ ഇനി അധികകാലം അത് വിലപ്പോവാത്ത അവസ്ഥയാണുള്ളത്.